ഇടിയഞ്ചൊക്കെ എന്താ നമ്മളിന്ന് ഉപ്പിട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇടിയഞ്ചൊക്കെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, അതിൽ കൂടെ കുറച്ച് നല്ല ജീരകം കൂടി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് നമ്മളിട്ട് അതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ചൊന്ന് ആ പച്ച മണം ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ തന്നെ വേണം നമ്മളിതൊന്ന് ആക്കിയെടുക്കാൻ. നല്ല തീയിലാകുമ്പോൾ പെട്ടെന്നാവും, പക്ഷേ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചെറിയ തീയിലാകുമ്പോൾ നമുക്കത് ആ പച്ചമണമൊക്കെ പോയി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞിച്ചക്ക കഷ്ണങ്ങൾ ചെറിയ ചെറിയ പൊടികളാക്കി അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഈ അരപ്പ് ഈ കുഞ്ഞിച്ചക്ക ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതാക്കി നോക്കാം. അപ്പോൾ ഉപ്പും ഇതൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് അത് നമുക്ക് അതിനുശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ കുഞ്ഞിച്ചക്ക ഉപ്പേരി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.